നമസ്കാരം. റഷ്യയ്ക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധ പൂട്ട് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യ എണ്ണ ഇറക്കുമതിക്ക് പുതിയ വഴി തേടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. ഇന്ത്യയെ ഒന്നും പറഞ്ഞിട്ട് മുട്ടുകുത്തിക്കാമെന്ന് ഒരു അമേരിക്കയും നോക്കേണ്ട, അത് നടക്കുകയുമില്ല. പ്രതിസന്ധി എന്ന ഒന്ന് വന്നാൽ അയ്യോ പ്രതിസന്ധി വന്നേ എന്ന് കരുതി മാറി നിൽക്കുന്ന ആളല്ല ഇന്ത്യ ഭരിക്കുന്നത്. മറിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നെഞ്ചു വിരിച്ച് നേരിടുന്നതാണ് മോദി. ആ മോദിയാണ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നതും ഇന്ത്യയെ നയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തടയാനുള്ള മരുന്ന് കയ്യിലുണ്ട്. പറഞ്ഞു വരുന്നത് റഷ്യയുടെ രണ്ട് എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റും ലൂക്കോയിൽ എന്നീ കമ്പനികൾക്കെതിരെ അമേരിക്ക ചുമത്തിയ ഉപരോധം വെള്ളിയാഴ്ച മുതൽ നിലവിൽ വരികയാണ്. ഇവരിൽ നിന്നാണ് ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. ഉപരോധം നിലവിൽ വരുന്നതോടെ ഇനി മുതൽ എണ്ണ വാങ്ങാൻ പറ്റാത്ത സാഹചര്യം സംജാതമാവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ 7-ൽ 5 എണ്ണ കമ്പനികളും റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ചില എണ്ണ കമ്പനികൾ മറ്റു റഷ്യൻ കമ്പനികളിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരും. 2022 2% റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി. ഇപ്പോൾ അത് 40%-നടുത്തായി. അതായത് 2-ൽ നിന്നും 40 വരെ എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ വലിയ തോതിൽ കുറയുമെന്നാണ്. അതായത് ബദൽ നീക്കങ്ങൾ അതുകൊണ്ടാണ് തുടങ്ങിയത്. ക്രൂഡ് ഓയിലിനു വേണ്ടി ഇന്ത്യൻ എണ്ണ കമ്പനികൾ നേരത്തെ ആശ്രയിച്ചിരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ തട്ടകത്തിലേക്ക് തന്നെ ഇന്ത്യൻ കമ്പനികൾ എത്തുകയാണ്. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ബുക്കിംഗ് വലിയ തോതിൽ കൂടിയെന്നാണ് റിപ്പോർട്ട്. ഈ ആഴ്ച മാത്രം 12 എണ്ണ ടാങ്കറുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞുവെന്നും ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള ക്രൂഡ് ഓയിൽ ആകും ഇത് എന്നാണ് കരുതുന്നത്. വെരി ലാർജ് ക്രൂഡ് ഓയിൽ കരിയേഴ്സ് എന്ന സൂപ്പർ ടാങ്കറുകളും ചെറിയ സൂയസ് മാക്സ് ടാങ്കറുകളും ഇതിൽ പെടുന്നുണ്ട്. നവംബർ അവസാനത്തിലും ഡിസംബറിലുമായിരിക്കും ഈ എണ്ണ ടാങ്കറുകൾ ഇന്ത്യയിലും ചൈനയിലും എത്തുക. ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുമെന്നും എണ്ണ കമ്പനികൾ നിരീക്ഷിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. പ്രധാന വിപണി ആയതിനാൽ ഇന്ത്യയുടെ നിലപാട് എല്ലാ കമ്പനികളും ഉറ്റുനോക്കുന്നുണ്ട്. ആവശ്യക്കാർ കൂടിയതോടെ എണ്ണ ടാങ്കറുകൾ ചരക്കുകടത്ത് കൂലി കൂട്ടി. പശ്ചിമ ഏഷ്യയിൽ നിന്നും വരുന്ന എണ്ണ ടാങ്കറുകളിൽ 5 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ചരക്കുകൂലി. 2022 വരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഇറാഖിനെയും സൗദി അറേബ്യയുമായിരുന്നു. പിന്നീട് റഷ്യ 1-ാം സ്ഥാനത്തെത്തി. പുതിയ സാഹചര്യത്തിൽ റഷ്യ പദവിയിൽ തൊട്ട് താഴേക്ക് പോകാനാണ് സാധ്യത. പകരം ഏതൊക്കെ രാജ്യങ്ങൾ കയറി വരുമെന്നതും നിർണായകമാണ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിയേക്കുമെന്നും നിലവിൽ വാതകം കൂടുതൽ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്.